വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ പ്രേരണാ കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജിയിൽ വിധി ഈ മാസം 18-ന്. കൽപ്പറ്റയിലെ ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതിയാണ് വിധി പറയുക. മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. പണമിടപാട് തെളിയിക്കുന്ന ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ DCC ഓഫീസിലെത്തി തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് കസ്റ്റഡി ആവശ്യമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ഇന്ന് പോലീസ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ND അപ്പച്ചൻ ഈ നിയമനക്കോഴ വാങ്ങിയതിന് ശാസ്ത്രീയ തെളിവുണ്ട് എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് പ്രതികൾ DCCയിൽ അടക്കം എത്തി തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ ആവശ്യമാണ്. എന്തൊക്കെയാണ് ഇന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ? ഈ കേസിലെ മൂന്നാമത്തെ പ്രതിയായ KK ഗോപിനാഥിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ രാവിലെ കോടതി പരിഗണിച്ചു. ഇതോടുകൂടി അതിനുശേഷം വാദം നടന്നു. അതോടുകൂടി മൂന്ന് പ്രതികളുടെയും ഈ കേസിൽ പ്രതികളായിട്ടുള്ള മൂന്ന് പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവരുടെ വാദം പൂർത്തിയായി. പിന്നീട് പ്രോസിക്യൂഷൻ വാദമായിരുന്നു ഇന്ന് പ്രധാനമായും നടന്നത്. KPCC പ്രസിഡന്റിന് എഴുതിയ കത്ത് ആത്മഹത്യാ കുറിപ്പായി പരിഗണിക്കരുത് എന്നായിരുന്നു പ്രതിഭാഗം വക്കീലുടെ വാദം, അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ വാദം. അത് പ്രോസിക്യൂഷൻ എതിർത്തു. KPCC പ്രസിഡന്റ് എഴുതിയ കത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ കത്താണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. മൂന്ന് പ്രതികളും ഗൂഢാലോചന നടത്തിയോ എന്ന് ആലോചിക്കണം. അതായത് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഈ മകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വിധത്തിലുള്ള ഗൂഢാലോചന സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ട്. അതെല്ലാം പോലീസിന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതോടൊപ്പം ഈ KPCC പ്രസിഡന്റ് നൽകിയ കത്ത് ആത്മഹത്യാ കുറിപ്പായി തന്നെ പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. ആദ്യത്തെ കുറിപ്പിൽ അതിനെക്കുറിച്ച് പരാമർശം ഉണ്ട്, മറ്റ് കത്തുകളെ കുറിച്ചുള്ള പരാമർശം ഉൾപ്പെടെയുണ്ട്. അതെല്ലാം ആ വിധത്തിൽ പരിഗണിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. പിന്നീട് പ്രോസിക്യൂഷൻ ഉയർത്തിയ മറ്റൊരു പ്രധാന വാദം NM വിജയന്റെ ഈ ഡയറി കുറിപ്പുകളെ സംബന്ധിച്ചാണ്. അത് പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഡയറി കുറിപ്പുകളെ കുറിച്ചാണ്. ഈ ഡയറി കുറിപ്പിൽ വിവിധ സ്ഥലങ്ങളിൽ മാനസികമായി തകർന്ന അവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ പരാമർശങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം ഈ ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങൾ സാധൂകരിക്കുന്ന വിധത്തിലാണ് എന്നതാണ് പ്രോസിക്യൂഷൻ വാദമുയർത്തിയത്. ഡയറി കുറിപ്പിലും IC ബാലകൃഷ്ണനെ ND അപ്പച്ചനെയും കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട്. IC ബാലകൃഷ്ണനും ND അപ്പച്ചനും പറഞ്ഞിട്ട് പണം വാങ്ങിയെന്നാണ് ഈ ഡയറി കുറിപ്പിലുള്ളത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ പ്രോസിക്യൂഷൻ ഈ വേളയിൽ വാദിച്ചു. ആത്മഹത്യാ കുറിപ്പിലെ പരാമർശങ്ങൾ ശരിയെന്ന് തെളിയിക്കുന്നതാണ് ഡയറി കുറിപ്പിലെ ഇത്തരത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതോടൊപ്പം ഈ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ഈ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള വാദത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞു. പ്രതികൾ ശക്തരാണ്, തെളിവ് നശിപ്പിക്കുമോ എന്ന് ഭയമുണ്ട്. ഈ പ്രതിപക്ഷ നേതാവ് തന്നെ വിജയന്റെ വീട്ടിലെത്തി മകനുമായി അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തുകയും മറ്റും ചെയ്തു. ഏതായാലും അതെല്ലാം ആ വിധത്തിൽ തെളിവുകൾ അട്ടിമറിക്കാനുള്ള സാധ്യത സംബന്ധിച്ചുള്ള ഭയം ഉളവാക്കുന്നതാണ് എന്നും പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ വാദവേളയിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞിട്ടുള്ള കാര്യം ചില ഫോൺ സംഭാഷണങ്ങളെ കുറിച്ചാണ്, ഡീസൽ തെളിവുകളെ കുറിച്ചാണ്. ND അപ്പച്ചനും NM വിജയനും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഈ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള സൂചനകളും വിവരങ്ങളുമുണ്ട്. ഇതെല്ലാം പ്രത്യക്ഷത്തിൽ ഈ പ്രതികൾക്കെതിരെ ഉള്ളതാണ്. ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡി ആവശ്യമാണ്. NM വിജയന്റെ ഫോൺ മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ളത്. ഇനി ലഭിക്കാനുള്ളത് IC ബാലകൃഷ്ണന്റെ ND അപ്പച്ചന്റെയും ഫോണുകളും മറ്റുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അന്വേഷണ പുരോഗതി സംബന്ധിച്ച ഘട്ടമായതിനാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്നാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത്. ഫോൺ കോളുകൾ തെളിവായി സ്വീകരിക്കണം. പണമിടപാട് തെളിയിക്കുന്ന ഫോൺ സംഭാഷണങ്ങളുണ്ട്, അതെല്ലാം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ആ വിധത്തിൽ ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്.